നിങ്ങളെല്ലാവർക്കും ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ സങ്കീർണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ലളിതമായി പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും അതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മളിന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് ദ ഡിവൈൻ എൻകൗണ്ടർ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്സ് ഓൺ മീറ്റിംഗ് ഗോഡ് എന്നൊരു ലേഖനത്തിലെ വിവരങ്ങളാണ്. അതായത് ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരിക മരിച്ചു കഴിഞ്ഞാൽ എവിടെയോ വെച്ച് നടക്കുന്ന ഒരു വലിയ കൂടിക്കാഴ്ച എന്നാണല്ലോ. സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്, അതൊരൊറ്റത്തവണ സംഭവമാണ് എന്ന്. അതെ അതെ, പക്ഷേ ഈ ലേഖനം പറയുന്നത് അതൊരു ഒറ്റത്തവണ സംഭവമല്ല എന്നാണ്. മറിച്ച് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു നീണ്ട പ്രക്രിയയാണ് എന്ന്. ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശരി, നമുക്കൊന്ന് വിശദമായി നോക്കാം. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മാവ്, മരണാനന്തര ജീവിതം, ഇതിനെയൊക്കെ ഈ ലേഖനം നോക്കിക്കാണുന്ന രീതിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ആശയപരമായ മാറ്റത്തെക്കുറിച്ചാണ്. എന്താ പറയുക, ഈ ദൈവവുമായുള്ള കൂടിക്കാഴ്ച എന്നത് ഭാവിയുടെ മാത്രം കാര്യമാണ് എന്നൊരു പൊതുബോധം നമ്മളിൽ പലർക്കുമുണ്ട്. അതെ, മരിച്ചതിനു ശേഷം മാത്രം സംഭവിക്കുന്ന ഒന്ന്. കൃത്യമായി. എന്നാൽ ലേഖനം ഈ ധാരണയെ പൂർണ്ണമായും തിരുത്തുന്നുണ്ട്. ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് ആ കൂടിക്കാഴ്ച ഈ നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, ചിന്തകൾ ഉൾപ്പെടെയല്ലേ? അതെ, ചിന്തകൾ ഉൾപ്പെടെ. ഇതിലൂടെയെല്ലാം ഓരോ സെക്കൻഡിലും മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാവി സംഭവമല്ല. ശരിക്കു പറഞ്ഞാൽ ഇതൊരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പം വരുന്നതെന്നാണ്. കാരണം ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ടേ ആളുകൾ കാണൂ. അതൊരു കവിതയോ രൂപകമോ ആയിട്ട് തോന്നുമല്ലേ? അതെ, എന്നാൽ ഇത് വെറുമൊരു കവിതയല്ല, മറിച്ച് കൃത്യമായൊരു മെക്കാനിസമാണെന്നാണ് ലേഖനം പറയുന്നത്. ഭൂമിയിലെ ജീവിതത്തിലുടനീളം ഈ ബന്ധം നിരന്തരമായി എങ്ങനെ നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ സലാത്ത്, അതായത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ശരിയാണ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ദിവസവും ഒരേ സമയം ഒരേ രീതിയിൽ ചില പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു കൂടിക്കാഴ്ച ആകുന്നത്? അത് പലപ്പോഴും വെറുമൊരു ശീലം മാത്രമായി മാറില്ലേ? അതൊരു വളരെ നല്ല ചോദ്യമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വെറുമൊരു ശാരീരികമായ ആവർത്തനമായി തോന്നാം. എന്നാൽ ഇവിടെയാണ് ശരീരവും ആത്മാവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യൻ വെറും ഒരു ആത്മാവ് മാത്രമല്ലല്ലോ, ശരീരവും ആത്മാവും ചേർന്നതാണ്. അതെ, അതുകൊണ്ട് സലാത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന വെറുമൊരു ചടങ്ങല്ല, അതൊരു ബോധപൂർവമുള്ള സംഭാഷണമാണ്. ശാരീരികമായ ചലനങ്ങളിലൂടെ, അതായത് നിൽക്കുക, കുനിയുക, സാഷ്ടാംഗം പ്രണമിക്കുക തുടങ്ങിയവയിലൂടെ മനുഷ്യൻ തന്റെ ആന്തരികമായ സമർപ്പണത്തെ പുറത്തേക്ക് കാണിക്കുകയാണ്. ഓ, അതായത് ശരീരം കുനിയുമ്പോൾ ആത്മാവിലെ അഹങ്കാരവും കുനിയുന്നു എന്നൊരു സങ്കല്പം. കൃത്യം. ഈ ശാരീരികമായ ഇടപെടലുകൾ വഴി ആത്മാവിനു നിരന്തരം ഒരു പരിശീലനം ലഭിക്കുകയാണ്. വെറുതെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ചിന്തയല്ല ഇത്. തന്റെ ആശ്രയത്വം സ്രഷ്ടാവിനെ നേരിട്ടറിയിക്കാനുള്ള ഒരു കൃത്യമായ ടൂളാണ് ഈ പ്രാർത്ഥനകൾ. അപ്പം നിങ്ങൾ പറയുന്നത് ആത്മാവിന് ചില കാര്യങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഈ ഭൗതിക ശരീരത്തിന്റെ സഹായം ആവശ്യമാണ് എന്നാണോ? അതെ അതെ. അതായത് ആ ശാരീരികമായ ചലനങ്ങൾ ആത്മാവിൽ ചില മുദ്രകൾ പതിപ്പിക്കുന്നു. തീർച്ചയായും. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആത്മാവിന് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കാൻ കഴിയില്ല. ചുറ്റുമുള്ള ലോകം അതിനെ എപ്പോഴും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. അത് ശരിയാ. നമ്മുടെ തിരക്കുകൾ തന്നെ വലിയൊരു ഉദാഹരണമാണല്ലോ. അതെ, അതുകൊണ്ടാണ് ദിവസവും 5 നേരം ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് പൂർണ്ണ ശ്രദ്ധയോടെ ആ സംഭാഷണത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവവുമായി തന്റെ ബന്ധം പുതുക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ രസകരമായൊരു ചിന്തയാണ്. പക്ഷേ ഒരു ദിവസം 24 മണിക്കൂറുണ്ടല്ലോ. ഈ പ്രാർത്ഥനകളുടെ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തോ? അവിടെയാണ് ഈ ലേഖനത്തിൽ പറയുന്ന തഫക്കുർ അഥവാ ചിന്തയുടെ പ്രാധാന്യം വരുന്നത്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്നത് ഈ സമ്പർക്കത്തിന്റെ മറ്റൊരു തലമാണെന്നതിൽ പറയുന്നുണ്ട്.
അതായത് നമ്മളൊരു സൂര്യാസ്തമയം കാണുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ച എന്നതിലുപരി അതിനു പിന്നിലെ സൃഷ്ടാവിനെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലായി കാണണമെന്നല്ലേ? അതെ. പ്രാർത്ഥനയെന്നത് ഒരു നേരിട്ടുള്ള സംഭാഷണമാണെങ്കിൽ തഫക്കൂർ എന്നത് ആ സംഭാഷണത്തിന്റെ ഒരു പ്രതിധ്വനിയാണ്. ലോകത്തെ വെറുതെ നോക്കിക്കാണുകയല്ല, അതിലെ അർത്ഥം അന്വേഷിക്കുകയാണ് തഫക്കൂർ ചെയ്യുന്നത്. ആഹാ. ഒരു മരം വളരുന്നതോ മഴ പെയ്യുന്നതോ ഒക്കെ വെറുതെ യാദൃച്ഛികമായി നടക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് കൃത്യമായ ഒരു ഡിസൈൻ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഡിസൈനറുമായി മനുഷ്യൻ വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇന്നത്തെ കാലത്തെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഓ, അതൊരു കൗതുകമുള്ള സാമ്യമാണല്ലോ. ഒന്നാലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ട ഒരാളെ നേരിട്ട് കാണാൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ടാകാം. പക്ഷെ ആ കാത്തിരിപ്പിനിടയിലും നമ്മൾ ദിവസവും അവരെ ഫോൺ വിളിക്കാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പ്രാർത്ഥന എന്നത് ആ ഫോൺ കോളുകൾ പോലെയാണ് ശരിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നേരിട്ട് കാണാൻ കാത്തിരിക്കുമ്പോൾ തന്നെ ദൂരത്തിരുന്ന് ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമ്മൾ ആ ബന്ധം സജീവമായി നിലനിർത്തുന്നത് പോലെയാണോ ഇത്? ഈ സാമ്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്നാൽ ഒരു ചെറിയ തിരുത്തുണ്ടിതിൽ. ഓ, എന്താണത്? മനുഷ്യർ തമ്മിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ അവിടെ ശരിക്കും ഒരു ശാരീരിക അകലമുണ്ട്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ദൈവവും മനുഷ്യനും തമ്മിൽ അങ്ങനെ ഒരു അകലമില്ല. ദൈവം മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അടുത്താണ് എന്നാണ് പറയുന്നത്. ഇവിടെ അകലം വരുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് മനുഷ്യന്റെ ബോധത്തിന്റെ ഭാഗത്തു നിന്നാണ്. മനുഷ്യൻ സ്വന്തം തിരക്കുകളിലും സ്വാർത്ഥതയിലും പെട്ട് സ്രഷ്ടാവിനെ മറക്കുമ്പോഴാണ് അവിടെ അകലമുണ്ടാകുന്നത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതെ. അതിനാൽ ഈ പ്രാർത്ഥനയും ചിന്തയുമൊക്കെ എവിടെയോ ഇരിക്കുന്ന ഒരാളിലേക്കുള്ള ഫോൺ കോൾ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം കണ്ണിലെ മൂടുപടം മാറ്റാനുള്ള ശ്രമങ്ങളാണ്. നമ്മൾ നമ്മുടെ തന്നെ ബോധത്തെ ഉണർത്തി എപ്പോഴും ഒപ്പമുള്ള സ്രഷ്ടാവിനെ അറിയാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണിത്. വാവ്, അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. ദൂരം എന്നത് ഭൗതികമല്ല, മറിച്ച് മാനസികമാണ് എന്നത് ശരിക്കും ചിന്തിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഭൗതിക ശരീരത്തിന്റെ സഹായത്തോടെ ആത്മാവ് എങ്ങനെയാണ് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് കണ്ടു. അതെ. എന്നാൽ ഇവിടെയാണ് സ്വാഭാവികമായും സംഭാഷണം അടുത്ത തലത്തിലേക്ക് നീളുന്നത്. ഭൗതിക ശരീരം നശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ ആശയവിനിമയത്തിന്റെ ടൂളുകളായ ശരീരം, നാക്ക്, തലച്ചോറ് എന്നിവയെല്ലാം ഇല്ലാതാകുമ്പോൾ ഈ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? ലേഖനത്തിൽ ബർസക് എന്നൊരു ഇടക്കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഭൗതിക ശരീരം നശിക്കുന്നതോടെ മനുഷ്യന്റെ യാത്ര അവസാനിക്കുന്നില്ല എന്നതാണ് ഈ ലേഖനത്തിലെ സുപ്രധാനമായ ഒരു ഭാഗം. മരണശേഷം ആത്മാവ് പ്രവേശിക്കുന്ന ആ പുതിയ ഇടക്കാലഘട്ടമാണ് ബർസക്. ഈ ബർസക് എന്ന് പറയുന്നത് ഒരുതരം കാത്തിരിപ്പല്ലേ? അതെ, ഇതൊരു കാത്തിരിപ്പിന്റെ ഘട്ടമാണ്. പക്ഷേ ഇത് വെറുമൊരു നിഷ്ക്രിയമായ അവസ്ഥയല്ല. അതായത് ലോകാവസാനം വരെ വെറുതെ കിടന്നുറങ്ങുന്നൊരവസ്ഥയല്ല ഇത്. ഈ ബർസഹിൽ ആത്മാവിന് പൂർണ്ണമായ ബോധമുണ്ട്. പൂർണ്ണമായ ബോധം. അതെ, താൻ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു, തന്റെ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് തികഞ്ഞ വ്യക്തത ആത്മാവിനുണ്ടായിരിക്കും. മാത്രമല്ല, ഭൂമിയിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ആത്മാവ് അവിടെ വെച്ച് അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊരു തരം മാറ്റത്തിന്റെ സമയമാണ്. ഒരു മിനിറ്റ്, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അപ്പോൾ ബർസക് എന്നത് നമ്മൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന ഒരു സ്ലീപ്പ് മോഡ് അല്ലെങ്കിൽ കോമ അവസ്ഥയല്ല, അല്ലേ? അല്ല, ഒരിക്കലുമല്ല. എനിക്കിത് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയോടാണ്. അതായത് ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് അറിയാനായി പുറത്തു കാത്തിരിക്കുമ്പോൾ താൻ ഇന്റർവ്യൂ എങ്ങനെ ചെയ്തു എന്ന വ്യക്തമായ ബോധം ആ കാത്തിരിക്കുന്ന ആൾക്കുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും. താൻ ശരിയാണോ പറഞ്ഞത് അതോ തെറ്റാണോ പറഞ്ഞത് എന്ന് അയാൾക്ക് സ്വയം അറിയാം. റിസൾട്ട് വന്നിട്ടില്ല എങ്കിലും ആ കാത്തിരിപ്പിന്റെ സമയത്ത് ആ ഇന്റർവ്യൂവിന്റെ പ്രകടനത്തിനനുസരിച്ചുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും അയാൾ. അതുപോലെയാണോ ഈ ബർസഖിലെ ആത്മാവിന്റെ അവസ്ഥ? ആ ഉദാഹരണം വളരെ രസകരമാണ്. ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ബർസഖിലെ അവസ്ഥ കുറച്ചുകൂടി തീവ്രമാണ് എന്ന് പറയാം. അതെങ്ങനെ? ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ തന്റെ തെറ്റുകൾ മറച്ചുവെക്കാമെന്നോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്തവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നോ ഒക്കെയുള്ള ചെറിയ പ്രതീക്ഷകളുണ്ടാകാം. അയാൾ സ്വയം ചില ന്യായീകരണങ്ങൾ കണ്ടെത്തിയേക്കാം.
ശരിയാണ്. മനുഷ്യ സഹജമായ കാര്യമാണല്ലോ അത്. അതെ. എന്നാൽ ബർസഖിൽ അത്തരം യാതൊരു വ്യാമോഹങ്ങൾക്കും സ്ഥാനമില്ല. ശരീരവും ആത്മാവും തമ്മിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ശരീരം നശിച്ചാലും ആത്മാവിന് സ്വന്തം കർമ്മങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അവബോധമുണ്ടായിരിക്കും. ഓഹോ. അവിടെ ഭൗതികമായ ശ്രദ്ധതിരിക്കലുകളൊന്നുമില്ലാത്തതുകൊണ്ട് സ്വന്തം യാഥാർത്ഥ്യം എന്താണെന്ന് ആത്മാവിന് മറകളില്ലാതെ കാണാൻ കഴിയും. ശിക്ഷയോ പ്രതിഫലമോ പൂർണ്ണമായി അപ്പോൾ ലഭിക്കുന്നില്ലെങ്കിലും തന്റെ അന്തിമവിധി എന്തായിരിക്കും എന്ന കൃത്യമായ ബോധ്യത്തോടെയാണ് ആത്മാവ് ആ ബർസഖിൽ കാത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ന്യായീകരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. എന്റെ സാഹചര്യങ്ങൾ മോശമായിരുന്നു, എനിക്ക് സമയമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ബർസഖിൽ ഈ ന്യായീകരണങ്ങളെല്ലാം കൊഴിഞ്ഞുപോകുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആത്മാവ് സ്വന്തം സത്യത്തെ പൂർണ്ണമായി അഭിമുഖീകരിക്കുന്നു. അതെന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന, എന്നാൽ അത്രത്തോളം തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ആശയമാണ്. അപ്പോ എന്തിനാണ് ഇങ്ങനെയൊരു കാത്തിരിപ്പ്? എന്തുകൊണ്ട് നേരിട്ട് അന്തിമവിധിയിലേക്ക് പോകുന്നില്ല? അവിടെയാണ് ആത്മീയ യാത്രയുടെ ഘട്ടം ഘട്ടമായുള്ള പുരോഗതി നമ്മൾ കാണേണ്ടത്. ഭൂമിയിലെ ജീവിതമെന്നത് കർമ്മങ്ങളുടെ ലോകമാണ്. അവിടെ ഫലങ്ങൾ പെട്ടെന്ന് കാണണമെന്നില്ല. ബർസഖ് എന്നത് ഈ കർമ്മങ്ങളെ അതിന്റെ തനി സ്വരൂപത്തിൽ കാണാൻ ആത്മാവിനെ പ്രാപ്തമാക്കുന്ന ഒരിടവേളയാണ്. ഉദാഹരണത്തിന്, വെളിച്ചമില്ലാത്തൊരു മുറിയിൽ നിന്നും പൊടുന്നനെ കടുത്ത സൂര്യപ്രകാശത്തിലേക്ക് ഒരാളെ മാറ്റിയാൽ അയാൾക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. അന്തിമവിധി നാളിലെ ദൈവത്തിന്റെ നീതിയും കാരുണ്യവും പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഈ അറിവ് ആത്മാവിന് കൂടിയേ തീരൂ. അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ബർസഖ്. വളരെ കൃത്യമായ ഒരു വിശദീകരണം. അപ്പോൾ ജീവിതകാലത്തെ കൂടിക്കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം മരണാനന്തരമുള്ള ബർസഖിലെ കാത്തിരിപ്പും നമ്മൾ കണ്ടു. ഇനി ഈ കാത്തിരിപ്പ് എവിടേക്കാണ് നയിക്കുന്നത്? അതെ, അതാണ് യാത്രയുടെ അവസാന ഘട്ടം. ബർസഖിലെ ഈ കാത്തിരിപ്പിന് ശേഷം വരുന്ന അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. അതാണ് ഏറ്റവും നിർണായകവും അന്തിമവുമായ കൂടിക്കാഴ്ച. ലേഖനം അതിനെ അന്ത്യവിധി നാൾ അഥവാ യോം അൽ യോം എന്ന് വിളിക്കുന്നു. ഈ യാത്രയുടെ ഏറ്റവും സുപ്രധാനമായ അധ്യായമാണ് അന്ത്യവിധി നാൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയും സ്രഷ്ടാവിനെ അറിയാൻ ശ്രമിച്ച മനുഷ്യൻ ബർസഖിലെ ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് ദൈവത്തിനു മുന്നിൽ നിൽക്കുന്ന ദിവസമാണിത്. ഇവിടെയാണ് ഉത്തരവാദിത്തം എന്നതിന്റെ പൂർണ്ണരൂപം പ്രകടമാകുന്നത്. ഭൂമിയിലെ ഓരോ പ്രവൃത്തിയും ഉദ്ദേശവും വിശ്വാസവും അന്തിമവിധിക്കായി ദൈവത്തിനു മുന്നിൽ കൊണ്ടുവരപ്പെടുന്നു. വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും പശ്ചാത്താപത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വെളിപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? അതായത് ജീവിതകാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ബർസഖിലെ കാത്തിരിപ്പ്, ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു ക്ലൈമാക്സ് മാത്രമാണ് അന്ത്യവിധി നാൾ എന്ന് പറയാമോ? തീർച്ചയായും. ലേഖനത്തിലെ ആ ബോഡി വേഴ്സസ് സോൾ എന്ന ഭാഗം നമ്മൾ ഒന്നുകൂടി ഓർക്കേണ്ടത് ഇവിടെയാണ്. ജീവിതത്തിൽ ആത്മാവ് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നു, ബർസഖിൽ ബോധവാനായി കാത്തിരിക്കുന്നു, അന്ത്യവിധി നാളിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ദൈവത്തെ അന്തിമമായി കണ്ടുമുട്ടുന്നു. ഇതൊരു സുപ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മുടെ അന്തിമവിധി നിർണയിക്കപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ തികച്ചും യാദൃച്ഛികമായി നടക്കുന്നൊരു സംഭവത്തിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, അതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല. ഒരിക്കലുമല്ല. ആ അന്തിമ തീരുമാനമെടുക്കുന്നത് ആ വലിയ വേദിയിൽ വെച്ചാണെങ്കിലും അതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമാണ് ആ അവസാന ദിവസത്തെ വിധിയെഴുതുന്നത്. സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ എന്നത് അവിടെ വെച്ച് തീരുമാനിക്കപ്പെടുന്നു. അതായത് ഭയം കൊണ്ട് മാത്രം നോക്കിക്കാണേണ്ട ഒന്നല്ലത്, മറിച്ച് അതിയായ ഉത്തരവാദിത്വത്തോടെ കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾക്കൊന്ന് രൂപം നൽകാം. തീർച്ചയായും. ഈ എപ്പിസോഡിന്റെ ഈ വിശകലനത്തിന്റെ കാതലായ സന്ദേശം വളരെ വ്യക്തമാണ്. ഇസ്ലാമിൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ച എന്നത് മരണശേഷം മാത്രം ഒരു നിമിഷത്തിൽ നടക്കുന്ന ഒന്നല്ല. അത് പ്രാർത്ഥനയിലൂടെയും ചിന്തകളിലൂടെയും ജീവിതത്തിൽ തുടങ്ങി ബർസഖ് എന്ന ഇടക്കാല അവസ്ഥയിലൂടെ കടന്ന് അന്ത്യവിധി നാളിലെ നിർണായകമായ കൂടിക്കാഴ്ചയിൽ അവസാനിക്കുന്ന അതിശയകരമായൊരു യാത്രയാണ്. അതെ, വ്യക്തമായി സംഗ്രഹിച്ചു. മനുഷ്യജീവിതം മുഴുവൻ ഈയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയാം. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചിന്തിക്കാം.
ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറിയ പ്രവൃത്തികളും വലിയ അർത്ഥങ്ങളുള്ള ആത്മീയ അനുഭവങ്ങളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നു. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ സഹായിക്കും. സത്യമാണ്. ആത്മീയത എന്നത് നമ്മളിപ്പോൾ ഈ നിമിഷം ജീവിച്ചു തീർക്കേണ്ട ഒന്നാണ്. വളരെ ശരിയാണ്. ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ വിട്ടു നൽകാം. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് പരിശോധിച്ച അടിസ്ഥാന രേഖകളിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ല, എന്നാൽ അതിലെ ആശയങ്ങളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ജിതനായ ഒരു സുഹൃത്തിനെ കാണുന്നതുപോലെ സന്തോഷകരവും സമാധാനപൂർണവുമാകുമോ, അതോ തികച്ചും അപരിചിതനായ ഒരാളെ കാണുന്നതുപോലെ ഭയപ്പെടുത്തുന്നതും ആശങ്കാകുലവുമാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് മറ്റെവിടെയുമല്ല, ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവവുമായി ഉണ്ടാക്കിയെടുക്കുന്ന ആ ബന്ധത്തിന്റെ ഭാഷയെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് ആ അവസാന കൂടിക്കാഴ്ചയുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. വളരെ ചിന്തിപ്പിക്കുന്നൊരു പോയിന്റാണത്. അതെ. ഈ വലിയ ചിന്തയോടുകൂടി വിജ്ഞാനത്തിന്റെ ഈ യാത്ര നമുക്കിവിടെ തൽക്കാലം നിർത്താം. ഈ അറിവുകൾ നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കട്ടെ. വിജ്ഞാനത്തിന്റെ ഈ യാത്ര തുടരാൻ മറക്കരുത്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അന്വേഷണങ്ങൾ തുടരുക.